എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നില്ല. നമ്മൾ അർഹിക്കുന്ന പണം പോലും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നില്ല. ഇനി കയ്യിലെത്തുന്ന പണമാണെങ്കിലോ അത് നമ്മുടെ കയ്യിലോട്ട് നിൽക്കുന്നുമില്ല. എന്നാൽ നമ്മൾ അർഹിക്കുന്ന പണം നമ്മളിലേക്ക് വളരെ വേഗം എത്തുക തന്നെ ചെയ്യും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന പണം, നമ്മൾ അർഹിക്കുന്ന പണം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? പണത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള മനോഭാവം എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മുടെ പണത്തെക്കുറിച്ചുള്ള മനോഭാവം, അതായത് നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ആ ജോലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം തുച്ഛമായ വരുമാനമാണെന്ന് കരുതുക. ഈ വരുമാനത്തോട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ടോ? ആ വരുമാനത്തോട് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? ഈ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരും. ഇനി നിങ്ങൾ അതിനോട് ആ ജോലിയോട് ഒരു ആത്മാർത്ഥത ഇല്ലാതെ, ആ തുച്ഛമായ ശമ്പളത്തോട് ഒരു നന്ദി ഇല്ലാതെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരില്ല. ഇനി നമ്മൾ ചില ജോലി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പാര പണിയുന്ന ആളുകളല്ലേ, അത്തരം മനോഭാവം ഉള്ളവർക്കും എന്ത് വരില്ല? പണം വരില്ല. ഇനി ചിലർക്ക് പണം ഉണ്ടാവും, പക്ഷെ അവർക്കത് സന്തോഷ സമാധാനത്തോടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇനി വേറെ ചിലർ അവരെല്ലാവർക്കും നന്മ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവരുടെ ലൈഫിൽ അവരെപ്പോഴും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നത്. കാരണം എന്താ? അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇല്ലായ്മയെക്കുറിച്ചും നെഗറ്റീവ് ചിന്താഗതികളുമാണ്. ഇനി വേറെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ സക്സസ്സിലേക്ക് പോകും. ഇത് കാണുമ്പം നമ്മൾ എന്ത് പറയുന്നത്? അവർ വേറെ ഏതെങ്കിലും രീതിയിൽ തെറ്റായ മാർഗത്തിലൂടെ ആയിരിക്കും അവർ സക്സസ്സിലേക്ക് പോയത്. അല്ല, ഇത്ര പെട്ടെന്ന് അവർക്ക് എങ്ങനെ ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചു? ഇത്തരം മനോഭാവം ഉള്ളവർക്കാർക്കും അവരാഗ്രഹിക്കുന്ന ആ ഒരു പണത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരം മനോഭാവം ഉള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന പണത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് അറിയാവോ? കാരണം അവർക്കറിയത്തില്ല അവരുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അവരുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇത്തരം ഒരു മനോഭാവം ഉള്ളവരായിരിക്കില്ല. അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരക്കാർ ഇങ്ങനെ പെരുമാറുന്നത്. അവരുടെ മനസ്സിനെ കുറിച്ച് അറിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിലൂടെ പെരുമാറത്തില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പണം അല്ലേ നമുക്ക് നേടാൻ സാധിക്കും. എങ്ങനെയാ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പണം നമുക്ക് നേടാൻ പറ്റുന്നത്? നമ്മുടെ സോൾ പവർ ഹയർ ആവണം, നമ്മുടെ ബ്രെയിൻ പവർ ഹയർ ആവണം, അതിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കണം. ദെൻ കാർമിക് സൈക്കിള് ക്ലിയർ ചെയ്യണം. അല്ലാതെ ഒരു ടെക്നിക്ക് ചെയ്താലോ, നിങ്ങൾ ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, വിഷ്വലൈസ് ചെയ്താൽ മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു ടെക്നിക്ക് ചെയ്തിട്ടോ, ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടോ ചുമ്മാ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടോ ആക്ഷൻ എടുക്കാതിരുന്നിട്ടോ അല്ല ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫ് സ്റ്റൈൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്തത്. എൻ്റെ സോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ആദ്യം മനസ്സിലാക്കി. എൻ്റെ മൈൻഡിൻ്റെ മാസ്റ്റർ ഞാനായി. എൻ്റെ സോൾ പവർ ഹയറായി. എൻ്റെ സോൾ പവർ ഹയറായപ്പം ഓരോ സോളിനും പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിയുണ്ട്. ആ ഒരു ജോലി ചെയ്ത് ആ ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ അവർക്ക് സക്സസ് ലഭിക്കത്തുള്ളൂ. അങ്ങനെ സോൾ പവർ ഹയറായി നമ്മൾ സോളിന് വേണ്ട ആ ഒരു ജോലിയിലേക്ക്, ഒരു ആക്ഷനിലേക്ക് നമ്മൾ പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യും? സക്സസ് വരും. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പണമായാലും ജീവിതമായാലും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പണം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. എന്നിട്ട് മൈൻഡ് പവർ ഹയർ ആക്കണം. ദെൻ സോൾ പവർ ഹയർ ആക്കണം. കാർമിക് സൈക്കിൾ ക്ലിയർ ചെയ്യണം. സോൾ പവർ ഹയർ ആകുന്നവർക്ക് മാത്രമേ അവരാഗ്രഹിക്കുന്ന ലൈഫിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ അവരെന്ത് ചെയ്യും?
അവരവനവനെയും പഴിച്ച് മറ്റുള്ളവരെയും പഴിച്ച് അവർ ജീവിക്കത്തേ ഉള്ളൂ. അവരാഗ്രഹിക്കുന്ന ഒരു പണമായിക്കോട്ടെ, അവരാഗ്രഹിക്കുന്ന ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പണം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും, ആ ലക്ഷറി ലൈഫ് നമുക്ക് വളരെ വേഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോൾ പവർ, ആത്മാവിൻ്റെ ശക്തി കൂട്ടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആത്മാവിൻ്റെ പവർ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഹയർ ആവുമ്പോൾ, കാർമിക് സൈക്കിൾ ക്ലിയർ ചെയ്യുമ്പോൾ, മൈൻഡ് പവർ ഹയർ ആവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അത് പണമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യുന്നത്? സോൾ പവർ ഹയർ ആവണം, മൈൻഡ് പവർ ഹയർ ആകണം, ദെൻ കാർമിക് സൈക്കിൾ ക്ലിയർ ചെയ്യണം. സോൾ പവർ ഹയർ ആകുമ്പം ഈ കാർമിക് സൈക്കിൾ ക്ലിയർ ചെയ്യാനുള്ള വ്യക്തികളുടെ സാഹചര്യം നമ്മളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാർമിക് സൈക്കിൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കുന്ന പണം, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷറി ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സോൾ പവർ ഹയർ ആകണം, ബ്രെയിൻ പവർ, മൈൻഡ് പവർ ഹയർ ആവണം, ദെൻ കാർമിക് സൈക്കിൾ ക്ലിയർ ചെയ്യണം. എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് വളരെ വേഗം നേടിയെടുക്കാൻ സാധിക്കും.